ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രത്തിലും മോഷണം നടക്കുന്നുണ്ടെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മോഷണമില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ചക്കരക്കുടം കണ്ടാൽ നക്കാത്തവരായി ആരുമില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സംവിധാനം മുഴുവൻ മാറണം. ശ്രീകോവിലിനകത്ത് പോലും ശുദ്ധിയില്ല. പത്മകുമാർ കുഴപ്പക്കാരനാണെന്ന് താൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അഴിമതി പുറത്തു വന്നത് അയ്യപ്പന്റെ അനുഗ്രഹമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആലപ്പുഴയിൽ പറഞ്ഞു. കേരളത്തിലുള്ള എല്ലാ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലും സമ്പത്തുള്ളവർ എല്ലാം മോഷണമാണ്. ഇല്ലെന്ന് ഇവർക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. ഇതൊക്കെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡില്ലേ, മലബാർ ദേവസ്വം ബോർഡില്ലേ. ഈ ദേവസ്വം ബോർഡിലുള്ള ഇന്നുള്ള ഭരണ സംവിധാനം ഈ സംവിധാനത്തിൽ പോയാൽ തീർച്ചയായും ചക്കരക്കുടം കണ്ട കൈയിട്ട് നക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സംവിധാനങ്ങൾ മാറാത്തിടത്തോളം കാലം ഈ ക്ഷേത്രവും നന്നാകില്ല, പരിസരവും നന്നാകില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു, ക്ഷേത്രത്തിനകത്ത് പോലും ശ്രീകോവിലിനകത്ത് പോലും ശുദ്ധിയുണ്ടോ? നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഈ സംവിധാനം ഇന്നത്തെ സംവിധാനം മൊത്തം മാറണം. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുധീഷ്, ദേവസ്വം ബോർഡിനെതിരെയും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരെയും കടുത്ത വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുന്നത്. തനിക്ക് പത്മകുമാർ നേരത്തെ ഉഡായിപ്പാണെന്ന് താൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അശ്വതി, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം തന്നെ, ആ സംവിധാനം തന്നെ മാറ്റണമെന്ന ആവശ്യമാണ് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഇത്രയേറെ ദേവസ്വം ബോർഡുകൾ എന്തിനാണ്? ഇതെല്ലാം കൂടി ഒറ്റ സംവിധാനമായി വരണം. ഒരു ഉന്നത IAS ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ കൃത്യമായ സംവിധാനങ്ങളോടെ പ്രൊഫഷണലിസത്തോടെ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കണം എന്ന ആവശ്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെയാണ് പറയുന്നത് പത്മകുമാർ കള്ളനാണ് എന്ന് താൻ പണ്ടേ പറഞ്ഞിരുന്നതാണ്, അത്തരം ചില സൂചനകൾ തനിക്ക് ലഭിച്ചിരുന്നതാണ് എന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഈ സംവിധാനങ്ങൾ മാറാതെ ക്ഷേത്രങ്ങളും നന്നാവില്ല, അതോടൊപ്പം തന്നെ ജനങ്ങളും നന്നാവില്ല എന്ന ഒരു വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഓരോ കൂടൽമാണിക്യം അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ പേരെടുത്ത് പറയുന്നു. അവിടുന്ന് കിട്ടുന്ന വരുമാനങ്ങൾ സമീപത്തെ സൊസൈറ്റിയിൽ വെറുതെ കിടക്കുകയാണ്. അതുകൊണ്ട് ആ പണം പ്രയോജനപ്പെടുത്താനോ അത് മറ്റ് ക്ഷേത്രങ്ങൾക്കടക്കം ഗുണകരമായ രീതിയിൽ വിനിയോഗിക്കാനോ സാധിക്കുന്നില്ല. ഗുരുവായൂർ ദേവസ്വം ബോർഡ് എന്തിനാണ് എന്നതാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത്. ഈ രീതിയിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം അത് അപ്പാടെ മാറണമെന്ന ആവശ്യം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ യോഗനാഥത്തിലും ചൂണ്ടിക്കാണിച്ച ഈ ദേവസ്വം ബോർഡിനെതിരെ അത് നമുക്ക് എടുത്തു പറയേണ്ടത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ആളായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ അതിനുശേഷം വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ നിലപാടുകൾ, തൻ്റെ വിലയിരുത്തലുകൾ മാറ്റിയിരിക്കുന്നു എന്നത് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം അന്ന് സർക്കാരിനെ പുകഴ്ത്തിയ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് ഈ ബോർഡുകളുടെ അപജയം, അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പോരായ്മകൾ, കള്ളത്തരങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീകോവിലിൽ പോലും ശുദ്ധിയില്ല, ആ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നതാണ്. ഈ ബോർഡുകൾ ഇവിടെ രാഷ്ട്രീയത്തിൽ മറ്റ് സ്ഥാനങ്ങൾ കിട്ടാത്തവരെയൊക്കെ തിരുകാനുള്ള ഒരു ഇടമായി ദേവസ്വം ബോർഡുകൾ മാറിയിരിക്കുന്നു. അത്തരക്കാർ വന്ന് പണം വേണ്ട എന്ന് വെക്കുന്നവൻ പോലും പണം കൈപ്പറ്റുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ പ്രവർത്തന രീതി. അത് മാറണം. ശർക്കരയടക്കം ഏലക്കയടക്കം എന്ത് വാങ്ങിയാലും അതിൻ്റെ ടെൻഡർ നൽകുന്നതിന് വേണ്ടി അവസാനം പണം നൽകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്തരം സംവിധാനങ്ങളെ അപ്പാടെ ഉടച്ചു വാർത്തെങ്കിൽ മാത്രമേ ക്ഷേത്രങ്ങൾ നന്നാവൂ എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 1000-ലധികം ക്ഷേത്രങ്ങൾ ഇപ്പോൾ ശബരിമലയിലെ വരുമാനമില്ലെങ്കിൽ മുങ്ങുന്ന അവസ്ഥയിലാണ്. എന്നാൽ ഈ ക്ഷേത്രങ്ങളൊക്കെയും നന്നായി നടത്താവുന്നതാണ്. ഈ സംവിധാനങ്ങൾ ശബരിമല ശ്രീകോവിൽ പോലും ശുദ്ധിയല്ല എന്നുള്ള ചില ഗുരുതര ആരോപണങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ചത്.